ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കൈയിൽ ആകെ 30 വീടുകൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്ന് പറയുന്നു. ബാക്കി വീടുകളൊക്കെ എവിടെ പോയി എന്നുള്ളതാണ്. മണ്ണിനടിയിൽ വീടുകൾ മണ്ണിനടിയിലേക്ക് പൂഴ്ന്നു പോയിട്ടുണ്ട്. അതിനുള്ളിൽ ആളുകൾ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടെത്തുക, തിരച്ചിൽ നടത്തുക എന്നുള്ളത് എത്രമാത്രം ദുഷ്കരമാണ്? അത് ഇപ്പോഴുള്ള സംവിധാനം കൊണ്ട് അത് സാധ്യമാകുമോ? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നും എത്രത്തോളം ആളുകളെ കാണാനില്ല എന്നതിൻ്റെ വ്യാപ്തി ത്തോളം എന്ന് മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ അവർ സൂചിപ്പിച്ചതുപോലെ ആ പ്രദേശത്ത് 200-ലധികം അല്ലെങ്കിൽ 300-ലധികം വീടുകളോടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെയുള്ളത് അവശേഷിക്കുന്നത് 30 വീടുകൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ ആ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അതോടൊപ്പം എന്നോടൊപ്പം ഇപ്പോൾ കുറച്ച് ആളുകളുണ്ട്. ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ബീഹാറിൽ നിന്നും ഇവിടെ എത്തി ഏറെ നാളായി കേരളത്തിലെത്തി ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇവരോടൊപ്പം 6 പേർ ഇവിടെ ഈ നമ്മളിപ്പോൾ സൂചിപ്പിച്ച അതേ മുണ്ടക്കൈ ഭാഗത്തായിരുന്നു അവരുണ്ടായിരുന്നു. അവിടെ തേയില ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ 6 പേരും ഈ ഒരു അപകടത്തിൽ പെടുകയായിരുന്നു, ഈ ഒരു ഉരുൾപൊട്ടലിൽ പെടുകയായിരുന്നു. എന്നാൽ അതിൽ 2 പേരെ ഇവർക്ക് രക്ഷിക്കാൻ സാധിച്ചു. അവർ ഓടി രക്ഷപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ 4 പേരെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ബീഹാർ സ്വദേശികളായിരുന്നു അവർ. 4 പേരും എവിടെയാണ് എന്നതിനെപ്പറ്റി ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് പറയുന്നു. എപ്പോഴാണ് അവരെ അവസാനമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയത്? കബി आपने लास्ट टाइम उनको कॉल किया? वो हादसा होने के 1 रोज पहले 10 बजे नाइट में बात किया था मैं. उसी के बाद 1 बजे नाइट में ऐसा प्रॉब्लम हो गया. वो लोग 6 आदमी था उसमें रूम में. 4 आदमी ढूंढ नहीं मिला. 2 आदमी सिर्फ मिला है. 4 आदमी को ढूंढ के हम लोग परेशान है. पूरा कैंप खोज लिया, पूरा हॉस्पिटल में भी खोज लिया, डेड बॉडी भी देखा, फिर भी नहीं मिल रहा है. हम लोग परेशान है उन लोग को. ഇവർ പറയുന്നത് അന്ന് രാത്രി 10 മണിയോടുകൂടി, അതായത് അപകടം നടക്കുന്ന അന്ന് രാത്രി 10 മണി വരെ ഇവർക്ക് ആ സുഹൃത്തുക്കളെ വിളിക്കാൻ പറ്റിയിരുന്നു. അവർ 6 പേരുണ്ടായിരുന്നു. അതിൽ അവരെ വിളിക്കാൻ പറ്റിയിരുന്നു, സംസാരിക്കാൻ പറ്റിയിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ഏകദേശം 1 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം അവരെ കോൾ ചെയ്യാൻ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. അവരോടൊപ്പം ഉണ്ടായിരുന്ന 2 പേർ, ഈ അപകടത്തിൽ 2 പേര് കൂടി അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. അവർ പറയുന്നത് പെട്ടെന്ന് ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി വന്നു. അപ്പോൾ അതിനിടയിൽ അവർ ഓടി രക്ഷപ്പെട്ടു. 2 പേരും 2 വഴിക്ക് ഓടി രക്ഷപ്പെട്ടു. അവർ 4 പേരും ബാക്കിയുള്ള 4 പേർ, അതിലൊരു സ്ത്രീ അടക്കമാണ്, 4 പേർ വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ ഇവിടെയുള്ള ക്യാമ്പുകളിൽ, ഇപ്പോൾ നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്ന, വയനാട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ ക്യാമ്പുകളും എത്തി പരിശോധിച്ചു. അതുപോലെ തന്നെ ഈ ആശുപത്രികളിൽ മൃതദേഹങ്ങൾ അടക്കം പരിശോധിച്ചു. പക്ഷേ ഇതുവരെയും അവരെ 4 പേരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ दो लोग बच गए थे ना, उन लोगों को कोई इंजरी है? हाँ, एक आदमी का हाथ टूटा हुआ है, एक आदमी का सीना में प्रॉब्लम है, 2 आदमी का प्रॉब्लम है. ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട 2 പേരുണ്ട്. അവർക്ക് കാര്യമായി തന്നെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഇവരെ നിങ്ങൾക്ക് എവിടെ നിന്നാണ്? ഇവരിവിടെ ഓരോ ക്യാമ്പുകൾ പിന്നെ അന്വേഷിച്ചുകൊണ്ട് നടക്കായിരുന്നു. അപ്പോഴാണ് ഇവരെ കിട്ടിയത്. അപ്പോൾ 1-2 ക്യാമ്പിൽ വിളിച്ചു ചോദിച്ച് അവിടെ ഒന്നും ഇവരെ കൂട്ടത്തിലുള്ള ആളുകളില്ല. അപ്പോൾ ഇവർ അവിടെ ഹോസ്പിറ്റലും മോർച്ചറിയിലെല്ലാം പോയി അന്വേഷിച്ചിട്ട് കാണാത്തതുകൊണ്ടാണ് ഇവരെ കൂട്ടി ചാനലിൻ്റെ അടുത്ത് വരാൻ ഉണ്ടായത്. ഇവർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്വാതി, അത്രത്തോളം വ്യാപ്തിയുണ്ട് ഈ ഒരു അപകടത്തിന് എന്ന് തെളിയിക്കുന്നതാണിത്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 4 പേരെയാണ് ഇപ്പോൾ കാണാനില്ലാത്തത്. ഇവർ ഇവിടെയുള്ള എല്ലാ ക്യാമ്പുകളിലും, നിലവിൽ പ്രവർത്തിക്കുന്ന എല്ലാ ക്യാമ്പുകളിലും ചെന്ന് പരിശോധിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ആശുപത്രികളിലും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടത്തെല്ലാം ചെന്ന് പരിശോധിക്കുന്നു. പക്ഷേ അവരെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവരുടെ ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസും അടക്കം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ഇവരെ കണ്ടെത്താൻ സാധിക്കുമോ എന്നൊരു തിരച്ചിലും ഇവരിപ്പോൾ നടത്തുകയാണ്. അപ്പോൾ നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഈ സമാനമായ രീതിയിൽ നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്രത്തോളമാണ് ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. നിലവിൽ ഈ സമാന രീതിയിൽ നിരവധി ആളുകൾ തങ്ങളുടെ ഉറ്റവരെയും തങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളെയും തേടി നിരവധി ഇടങ്ങളിലുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സെൻറ്റ് ജോസഫ് സ്കൂളിന് തൊട്ട് ക്യാമ്പ്, മേപ്പാടിയിലെ സെൻറ്റ് ജോസഫ് UP സ്കൂളിലെ ക്യാമ്പിന് തൊട്ട് സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ ആ ക്യാമ്പിലെത്തി അവിടുത്തെ ആളുകളുമായി സംസാരിച്ചിരുന്നു. അവിടെ 1-2 ആളുകളുണ്ട്, തങ്ങളുടെ പ്രിയപ്പെട്ട അവരെ നഷ്ടപ്പെട്ട നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ പറയുന്നത് അയാളുടെ ജ്യേഷ്ഠൻ്റെ കുടുംബം, 6 അംഗങ്ങൾ അടങ്ങുന്നതാണ് അയാളുടെ ജ്യേഷ്ഠൻ്റെ കുടുംബം. അതിൽ ഒരു കുട്ടി മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കിയുള്ള ആളുകളിൽ 2 പേരെ മാത്രമാണ് മൃതദേഹമെങ്കിലും ലഭിച്ചത്. ബാക്കി 3 ആളുകളുടെ മൃതദേഹം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് കരഞ്ഞു പറയുന്ന ഒരു സാഹചര്യം താഴെ വെച്ച് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ സമാന രീതിയിൽ നിരവധി ആളുകൾ ഈ ഒരു അപകടത്തിൽ ങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും എന്ന് തെളിയിക്കുന്നതാണ് ഈ ആളുകളുടെ വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കായി സാധ്യമാകുന്ന രീതിയിലുള്ള തിരച്ചിലുകളെല്ലാം നിലവിൽ ഈ ഇടങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. നേരത്തെ ആസിഫ് അടക്കം സൂചിപ്പിച്ചതാണ്, ഈ മുണ്ടക്കൈ ഭാഗത്തെല്ലാം സാധ്യമായ രീതിയിലുള്ള തിരച്ചിലെല്ലാം അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് ഈ
സംവിധാനങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങളടക്കം എത്തിക്കുന്നതിലൊരു വലിയ കാലതാമസം നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ പരമാവധിയും ഈ സേനാംഗങ്ങളെ അവിടെ വിന്യസിച്ചുകൊണ്ട് NDRFന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന കാഴ്ച നമ്മൾ ഇന്നലെ ഈ അപകടം നടന്ന ആദ്യഘട്ടം മുതൽക്കേ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു വലിയ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഈ ഒരു അപകട യിൽ എത്തിച്ചേർന്നുകൊണ്ട് എത്രത്തോളം ആളുകളെ രക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആ ഒരു അനിശ്ചിതത്വം തുടരുകയാണെങ്കിലും പരമാവധി ആളുകളെ ജീവനോടെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ആളുകൾ എല്ലാവരും തന്നെ ഉള്ളത്. സ്വാതി.